ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ലിമിറ്റഡ് എഡിഷൻ മുതലായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ജസ്റ്റ് ഒരു 5 സീരീസ് അല്ലേ, എന്താ ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്നൊക്കെ വിചാരിക്കും. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു 525 2 ലിറ്റർ ഇൻലൈൻ 4 ട്വിൻ ടെർബോ ആണ് കേട്ടോ ആക്ച്വലി ഈ ഒരു വണ്ടി വരുന്നത്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ വണ്ടി അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എം കിറ്റും അതുപോലെ നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ സ്കേർട്സും അതുപോലെ വീൽസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ, വണ്ടിയുടെ സ്പെക്കും അതുപോലെ തന്നെ വണ്ടിയിൽ എന്തെല്ലാം ആഡ് ഓൺസ് കയറിയിട്ടുണ്ടെന്ന് ഉള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മളത് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് തന്നെ കേട്ടോ. അത് ഡ്രൈവ് ചെയ്ത് തന്നെ ഫീൽ ചെയ്താലാണ് അറിയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞതിന് ശേഷം ഡ്രൈവിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി നമ്മുടെ വണ്ടി പോർട്ടഡ് വീൽസിൻ്റെ നമ്മുടെ നിയാസിൻ്റെ വണ്ടിയാണ്. നമ്മൾ സ്വിഫ്റ്റും അതുപോലെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നിയാസിൻ്റെ ഷോപ്പിൽ നിന്നും അതുപോലെ നിയാസിൻ്റെ സ്വിഫ്റ്റ് ചെയ്യാൻ നടന്നിരുന്ന ടൈമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോസിൽ നമ്മുടെ ജ്യോതി ഷോസിൽ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യോതി ഷോയിൽ വെച്ചിട്ടാണ്, അതായത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെറുതുരുത്തി, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി നമ്മൾ റിവീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വ്ളോഗ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. റിവീലിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ നിയാസിനെ തന്നെ വിളിക്കുക. അപ്പോൾ നിയാസ് ഫുള്ളായിട്ടാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നിയാസിനെ വിളിക്കാം. അപ്പോൾ നിയാസ് ബ്രോ ഒരു കിഡിലൻ മുതൽ ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം. എന്തെല്ലാം വർക്ക്, അതുപോലെ എന്തെല്ലാം പെർഫോമൻസ്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം നമുക്കറിയണം. എല്ലാം നമ്മുടെ പിള്ളേർക്ക് അറിയണം. അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മെയിൻലി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ച് നല്ല ഗ്ലാസ് പോലത്തെ ബ്ലാക്കിലാണ് വണ്ടി ഇപ്പൊ എടുക്കുന്നത് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ മെയിൻ വീൽസ് പെർഫോമൻസ് CP3 3.1 എന്ന് പറഞ്ഞ ഫോർജ്ഡ് വീലാണ് നമ്മൾ ഫോർജ്ഡ് വീൽസ് ആണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി വീൽസ് ചെയ്തേക്കുന്നത് 20 ഇഞ്ചിലാണ്. ബാക്കും ഫ്രണ്ടും ഇല്ല, സ്റ്റാഗേർഡ് അല്ല, ET വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾ 9Jക്കകത്ത് ഫ്രണ്ട് 28 ET, റിയർ ആണെങ്കിൽ 22 ET. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. പെർഫോമൻസ് വീലാണല്ലേ? പെർഫോമൻസ് ലൈറ്റ് വെയിറ്റ് ആണ്, ഫോർജ്ഡ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ട് ചെയ്തല്ലേ? ഇമ്പോർട്ട് ചെയ്ത വീല. എവിടെ ഇമ്പോർട്ട് ചെയ്തതാ? പുറത്തുനിന്ന്, മെയ്ഡ് ഇൻ ഓസ്ട്രിയ. ഓക്കെ 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 ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. വീൽസ് നമുക്ക് പിന്നീട് നമുക്ക് സൈഡായിട്ട് ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ ഇതിന്റെ F10 തന്നെ M5 കിറ്റാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനോടെ തന്നെ അതിന്റെ കൂട്ടത്തിൽ OG കാർബൺ ഫൈബർ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ്പ് ഞാൻ വേറൊരു 5 സീരീസ് ഇതും പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. ഇത് M5ന്റെ ലിപ്പ് തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് LCA ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി ആക്ച്വലി പ്രീ LCA ആണ്. നമ്മളത് ചേഞ്ച് ടു LCA ഹെഡ്ലൈറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് തന്നെ ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്. ഒരു ഹെഡ്ലൈറ്റും OEM ഹെഡ്ലാമ്പ് തന്നെ LCA ഹെഡ്ലാമ്പ് തന്നെയാണ്. അത്യാവശ്യം എന്താ പറയാ, നല്ല വണ്ടിക്ക് നല്ലോണം ചേരുന്നുണ്ട്. നോർമൽ ഒരു 5 സീരീസിനേക്കാളും അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് തന്നെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഗ്രിൽസ് കിറ്റിൽ വരുന്നതല്ലോ? കിറ്റിൽ വരുന്ന ഡുവൽ ഗ്രില്ല് വരുന്നതാണ്. ഓക്കെ, ഡുവൽ ഗ്രില്ല് കിറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇത് ആക്ച്വലി കാർബൺ ഫൈബർ ആണ് കേട്ടോ. ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഡിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല. ഒറിജിനൽ CF എല്ലാം OG സാധനം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസും, അത്യാവശ്യമല്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ആഡ് ഓൺസും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആക്ച്വലി വണ്ടി ഡീസൽ ആണ് കേട്ടോ. 2 ലിറ്റർ D ആണ്. 2 ലിറ്റർ ഡീസൽ ആണ്. ഇത് 1 ഇയർ മാത്രമേ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലിമിറ്റഡ് എഡിഷൻ ആണ്. 2 ലിറ്റർ ഇൻലൈൻ 4 ടിൻ ടർബോ വണ്ടി. ഒരു 530യുടെ ടർബോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സിംഗിൾ ടർബോയും കൂടിയിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. അത് പവർ ടർബോ ആണ് സാധാരണ വണ്ടികളിൽ. ഇത് പക്ക ടിൻ ടർബോ ആണ് അല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ. പിന്നെ അത് കൂടാതെ ഡീസൽ എക്സോസ്റ്റും അടിച്ചിട്ടുണ്ട്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഡീസൽ അടിച്ചിട്ടുണ്ട്. അതെന്താ പറയാ, ഫ്രീ ഫ്ലോ ആയിട്ടല്ല അടിച്ചേക്കുന്നത്, ഫുൾ ഫ്രീ ഫ്ലോ അല്ലേ? ഫുൾ ഫ്രീ ഫ്ലോയിലാണ് അടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ടാണ്. ഞാൻ ജസ്റ്റ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തപ്പോൾ മനസ്സിലായി എത്രത്തോണ്ട് ഡിഫറൻസ് ഉണ്ടെന്ന്. അത് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്യാം.
പിന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പിന്നെ വന്നിട്ട് നമ്മൾ ബ്രേക്ക് അപ്ഗ്രേഡ് ഉണ്ട്. നമ്മൾ ബ്രേക്സ് ചെയ്തേക്കുന്നത് മുള്ളർ മോട്ടോഴ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഡ്രിൽഡ് വിത്ത് സ്ലോട്ട് ആണ്. അത്യാവശ്യം പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ ടയേഴ്സിലും ഉണ്ടൊരു ബ്രേക്കിംഗ്. മിഷലിൻ പൈലറ്റ് സൂപ്പർ സ്പോർട്ട് ആണ് ഇട്ടേക്കുന്നത്. 99Y എന്ന് പറഞ്ഞൊരു ഹൈ പെർഫോമൻസ് ടയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നല്ല ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ടയർ നല്ല ബ്രാൻഡഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പെർഫോമൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എല്ലാം ചേഞ്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ സൈഡ് ലുക്ക് വന്നിട്ട് ഈ ഫെൻഡേഴ്സ് നമ്മൾ M5ന്റെ ഫെൻഡേഴ്സ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്കൂപ്പും ഒരു ചെറിയ വൈഡനിങ്ങും വരും. ഈ സ്കൂപ്പ് ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് ആക്ച്വലി അത് M5ന്റെ സ്കൂപ്പാ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചു. അത് ഞാൻ വിചാരിച്ചു ഫെൻഡർ കട്ട് ചെയ്തിട്ട് പിന്നെ അല്ല ഫെൻഡേഴ്സ് മൊത്തം ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു ചെറിയ 10mm സ്പേസറും വീലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി ലെവൽ ആകാൻ വേണ്ടിയിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇല്ല, ബാക്ക് ഇട്ടിട്ടില്ല, ഫ്രണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മിറർ കവേഴ്സ്, എമ്മിന്റെ മിറർ കവേഴ്സ് ഉണ്ട്. എം സ്പോർട്ടിന്റെ മിറർ കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി കോയിലോവർ ആണ് വരുന്നത്. DGR-ന്റെ കോയിലോവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല കംഫോർട്ടാണ്. പിന്നെ DGR നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം കംഫോർട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ആക്ച്വലി ഈ DGR-ന്റെ കോയിലോവർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത കോയിലോവർ DGR. അറൗണ്ട് 15 നമ്പേഴ്സോളം കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അത്രയും കംഫോർട്ട് ആയതുകൊണ്ടാണ് ആക്ച്വലി ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പിയാ സെയിൽ നടക്കുന്നത്. കാരണം അത് യൂസ് ചെയ്തവർക്ക് ഇപ്പൊ നമ്മള് ഒരു കോയിലോവർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് DGR-നെ സെലക്ട് ചെയ്യുള്ളൂ. കാരണം നമ്മളത് മനസ്സിലാക്കി, ഇത്ര കംഫോർട്ട് ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മളൊരു വണ്ടി പഠിച്ചതിന് ശേഷമാണ് നമ്മള് കസ്റ്റമർക്ക് ഇതാക്കിയതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അപ്പൊ നമ്മള് ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ നമ്മള് വീൽസിന്റെയും ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് റിയറിലോട്ട് മെയിൻ ആയിട്ട് പറയാനുണ്ട്. ആക്ച്വലി ഈ ഒരു ഡിക്കി വന്നിട്ട് കാർബൺ ഫൈബർ ആണ്. കാർബൺ ഫൈബർ കൂടാതെ ആക്ച്വലി ഒരു ഡക്ടൈലും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ നോർമലി എല്ലാ വണ്ടിക്കും നമ്മൾ ഡക്ടൈൽ കണ്ടിട്ടുള്ളത് സ്പോയിലറാണ്. ഡെക് സ്പോയിലർ ആഡ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ CF-ൽ കണ്ടിട്ടില്ല. ഇതിന് വരുന്നത് ആക്ച്വലി ഒരു കാർബൺ ഫൈബറിന്റെ ഡക്ടൈൽ വരുന്ന ഡിക്കിയാണ് കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വലി ഇമ്പോർട്ടഡ് ആണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ആരും അങ്ങനെ വണ്ടി ചെയ്തിട്ടില്ല. അറൗണ്ട് ഒരു 150 ഡേയ്സ് എടുത്ത് നമ്മൾ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്ന. അതെല്ലേ, കസ്റ്റം ചെയ്ത് അവിടുന്ന് തന്നെ വരുത്തിച്ചാണ്. ആക്ച്വലി ഇമ്പോർട്ട് ചെയ്തതാണ്. ടൈലൈറ്റ് സ്റ്റോക്ക് തന്നെയല്ലേ? LCയുടെ OEM ടൈലൈറ്റ് തന്നെയാണ്. അത് LCക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ M-Kit വരുന്നത്. M-Kit കൂടാതെ M-Kitന്റെ ഡിഫ്യൂസർ ആക്ച്വലി വന്നിട്ട് കാർബൺ ഫൈബർ ആണ് അല്ലേ? അതും ഒറിജിനൽ CF തന്നെയാണ്, ഒറിജിനൽ കാർബൺ ഫൈബർ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ കാർബൺ ഫൈബർ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ആക്ച്വലി നിയാസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹുഡും അതുപോലെ തന്നെ സൈഡ് മറ്റേ ഇതാണ് സ്കേർട്സും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹുഡിന്റെ നമുക്ക് ഹീറ്റ് വരുന്നോണ്ട് നമുക്ക് എന്താ പറയാ, വൈറ്റ് ഷെയ്ഡും കയറുന്ന ഒരു അട്രാക്ഷൻ, ആ ഒരു ബ്ലാക്ക് ടെറർ ഫീൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഹുഡ് ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ഹുഡും CF ആക്കിയിരുന്നു. പിന്നെ സൈഡ് നമുക്ക് സ്കേർട്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ പാടാണ് നമ്മുടെ കേരളത്തിൽ യൂസിങ് എളുപ്പമല്ല കേട്ടോ. ഇത് ആക്ച്വലി നല്ല താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റോഡിന്റെ ഒരു അവസ്ഥ കാരണം പുള്ളി ഫ്രണ്ട് കുറച്ച് 2 ഇഞ്ച് പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ വീഡിയോയില് ഫ്രണ്ട് മാത്രം കുറച്ച് പൊങ്ങി എടുക്കുന്നത്. ബാക്ക് പിന്നെ ആ ഒരു ഹൈറ്റിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് എക്സോസ്റ്റ് ആണല്ലേ, എക്സോസ്റ്റ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് അടിച്ചിട്ടുണ്ട് ഫുൾ സിസ്റ്റം. അതുപോലെ തന്നെ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 4 ഇഞ്ച് ടിപ്പ് ആഡ് ചെയ്തേക്കുന്നത്, നോർമൽ ടിപ്പ് അല്ല. വലിപ്പമുള്ള മൗത്താ ചെയ്തേക്കുന്നത്. നോർമൽ 3 ഇഞ്ചാ വരുന്നത് തോന്നുന്നു. നോർമൽ 3 ഇഞ്ചാ വരുന്നത്. ഇത് 4 ഇഞ്ചിന്റെ ഒരു ഡുവൽ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അക്രോപോവിക്കിന്റെ. അതും ആക്ച്വലി കാർബൺ ഫൈബർ തന്നെയാണ് ടിപ്പ് വരുന്നത്. ഓക്കെ, അതായത് ടിപ്പിന്റെ ഔട്ടർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വണ്ടറ പുറത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്റീരിയർ ആക്ച്വലി പക്ക പ്രീമിയം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോകാം. ബ്രോ, അപ്പോൾ നമ്മൾ പുറത്തത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇന്റീരിയർ ആണ് നമുക്ക് അറിയാനുള്ളത്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ഇന്റീരിയറിൽ നമ്മൾ മെയിൻലി ചേഞ്ച് ചെയ്തേക്കുന്നത് കളർ ചേഞ്ച് ആണ്. ബേജ് ആയിരുന്നു ഇന്റീരിയർ, ഫുൾ ബേജ് അല്ല, ബ്ലാക്ക് വിത്ത് ബേജ് ആയിരുന്നു. നമ്മൾ അത് ഫുൾ ബ്ലാക്കിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ട്രിം എല്ലാം ഫോർജ്ഡ് കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡിപ്പ് ചെയ്ത. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സ്റ്റിച്ച് എമ്മിന്റെ
ആ ഒരു കളർ സ്ട്രൈപ്പിലുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മൾ എല്ലാത്തിലും കൊടുത്തേക്കുന്നത്. ഫുൾ ബ്ലാക്കിൽ സീറ്റ്സിലും സ്റ്റിയറിംഗിലും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്താ നമ്മൾ സ്റ്റിയറിംഗ് എം സ്പോർട്ടിന്റെ സ്റ്റിയറിംഗ് ആക്കിയതാ. പാഡിൽസ് എല്ലാം ഉണ്ട്, പാഡിലെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്താ. പാഡിൽ ഇല്ലായിരുന്നു വണ്ടിക്ക്, പാഡിലെല്ലാം ആഡ് ചെയ്താ. റൂഫ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് റൂഫ് എല്ലാം ക്ലോത്ത് ചെയ്താ. ഓയി ഫിനിഷ് തന്നെ എല്ലാം ചെയ്തേക്കുന്നത്. സീറ്റ് ബെൽറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്സും അതുപോലെ നമ്മുടെ എം സ്പോർട്ടിൽ തന്നെ വന്നേക്കുന്നത് അല്ലേ, ആ ഒരു സെയിം കളർ തീമിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ക്ലോത്ത് ആണോ അതോ അല്ല, സെന്റർ ഒരു അൽക്കണ്ടാര, ഒറിജിനൽ അൽക്കണ്ടാര അല്ല, അൽക്കണ്ടാര ഒരു മെറ്റീരിയൽ ഇട്ട് നമ്മൾ ഇച്ചിരി കംഫോർട്ടിന് വേണ്ടിട്ട് സെന്റർ പോർഷൻ മാത്രം നമ്മൾ അൽക്കണ്ടാര രീതിയിൽ ചെയ്തിട്ടുണ്ട്. കംഫോർട്ടിന് വേണ്ടിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ OEM രീതിയിൽ ആംബിയൻ ലൈറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് കാണാൻ വേണ്ടിട്ട് അത്യാവശ്യം ഒരു ആംബിയൻസിന് വേണ്ടിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല മൂഡായിരിക്കും, കാരണം അത്രയും ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ പ്രീമിയം 70 മാറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ ഇത്രത്തോണ്ടാണ് നമ്മുടെ ഇന്റീരിയറിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രത്തോണ്ട് നല്ല ആക്ച്വലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേഞ്ച് പറയുമ്പോ നമ്മൾ കുറച്ച് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ചെയ്തതെല്ലാം ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഹെവി ആക്കിയിട്ട് ഇന്റീരിയർ ആയാലും എല്ലാം അത്ര ഹെവി ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാർട്സ് ആയാലും അത്യാവശ്യം നല്ല എല്ലാം ക്വാളിറ്റി ഉള്ള പാർട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈവ് ചെയ്യുന്ന ഫീൽ ചെയ്യണം. അതുപോലെ ആ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ അതാണ് ഇനി നമുക്ക് അടുത്തുള്ള പരിപാടി. നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് മെയിൻ റോഡിലൊന്ന് ഇറങ്ങാം. ഓക്കെ, നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ. അതെ. സോ നമ്മളിതേ ഡ്രൈവിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിയാസാണ് വണ്ടി എടുത്തേക്കുന്നത്. നിയാസ് ആദ്യം പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരും, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി ഫോർച്യൂണർ ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ. കൊള്ളാം, അടിപൊളി. 2010 കൺവേർട്ട് ചെയ്താൽ തോന്നുന്നു, സൈഡ് കണ്ടിട്ട് അല്ലേ വണ്ടി കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളിയാണുള്ളത്. നമ്മൾ NH കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാലം കൊടുക്കും, പറയാൻ പറ്റും അതിൻ്റെ പവർ. ഓക്കെ, സ്പോർട്സ് മോഡ് ആക്കുന്നുണ്ട്. സ്പോർട്സ് പ്ലസ് ഉണ്ട്, ട്രാക്ഷൻ ഓഫ് ആവും. സ്പോർട്സ് പ്ലസ്സിൽ അല്ലേ ഓഫായി. മീറ്ററും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ, ഓയിലാണ് എടുക്കുന്നത്. നോർമലി 5 സീരീസ് എടുക്കുന്നവരൊക്കെ മീറ്റർ അതുപോലെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ മാറ്റാറുണ്ട്. അതുപോലെ ഗിയർ നോബ് മാറ്റാറുണ്ട്. എല്ലാം വരുന്നുണ്ട്, പാർട്സ് എല്ലാം 5 സീരീസിന് വരുന്നുണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതാണ് കേട്ടോ. ഫുൾ വണ്ടിയാണ്. കാരണം ഇപ്പോൾ റഷ് ടൈമാണ്. 6 മണി എന്ന് പറയുമ്പോൾ നല്ല റഷുള്ള ടൈമാണ് കേട്ടോ. പിന്നെ വേറെ കേസും കൂടി ഉണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ടുകൾ ജസ്റ്റ് ഞാനൊരു ഷോർട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കാണുന്നതല്ല ശരിക്കുള്ള എക്സോസ്റ്റ് നോട്ട് അല്ലേ, അതിൽ കേൾക്കുന്നതല്ല. ഉണ്ടെങ്കിൽ നല്ല ലൗഡായിരിക്കും ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട്. ഞാൻ ഇപ്പോൾ കാല് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആക്ച്വലി നമുക്ക് നോക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല ഇവിടെ, ഫുള്ള് വണ്ടികളാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, ബട്ട് ദർ ഈസ് നോ ഗ്യാപ്പ്. സോ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ കാല് കൊടുക്കാനേ പറ്റുള്ളൂ. മോനെ, ആ എക്സോസ്റ്റിന്റെയും ആ ഒരു ടർബോന്റെ ഒരു ഫീല് നമുക്ക് ഉള്ളിൽ ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ഇത്ര സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലോ പുറത്ത് എത്ര ഉണ്ട്. പിന്നെ നമ്മള് എന്താ പറയാ, എത്ര തന്നെ കാല് കൊടുത്തു കഴിഞ്ഞാലും സേഫാണ്, അത്രയും ബിൽറ്റ് ചെയ്തോണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കിറ്റ് ഓൾറെഡി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്ഗ്രേഡഡ് ആണ്. സോ നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, എൻ്റെ
പൊന്നെ സീന്, ഒരു രക്ഷയില്ല കാശ്, ഒരു രക്ഷയില്ല. കാരണം ഇതിനുള്ളിൽ ഇരുന്നിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനുള്ളിൽ ഇരുന്നിട്ട് ഫീൽ ചെയ്താൽ തന്നെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കാല് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനില്ല. ആ യെസ്, ട്യൂണിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല അല്ലേ? ട്യൂണിങ്ങിനെ പറ്റി പറഞ്ഞേ. നമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റേജ് 2 വോൾഫ് ആണ് ചെയ്തേക്കുന്നത്. സ്റ്റേജ് 2 ECU ചെയ്തിട്ടുണ്ട്, TCU ചെയ്തിട്ടുണ്ട്, ഗിയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റേജ് 2 ECU TCU അറൗണ്ട് 280 to 300 HP അടുത്ത് നമുക്ക് ഉണ്ട്. ഡൈനോ ചെയ്തിട്ടില്ല, ഇതിൽ അറൗണ്ട് ആ ഒരു റേഷ്യോ ഉണ്ട്. അങ്ങനെ പോയാൽ നമ്മളെ ഇതിനെ ഹെൽപ്പ് ചെയ്ത വൂൾഫാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിലും വൂൾഫ് തന്നെയാണ്. നമ്മൾ ആക്ച്വലി ആ ട്യൂണിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. മെയിൻലി അവരുടെ കൈകളാണ് വൂൾഫിൻ്റെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ജസ്റ്റ് ഒരു ഡ്രൈവ് ചെയ്ത് നോക്കി. കാരണം ഈ ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര റഷ് ടൈമാണ് കേട്ടോ. ജസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാപ്പ് കിട്ടിയ ടൈമിൽ നമ്മൾ കാല് കൊടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്താണ് അവസ്ഥ എന്ന്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഭയങ്കര റഷാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ. ഒന്നാമത് ഭയങ്കര റഷാണ്, പിന്നെ നമുക്ക് ആ ഒരു കാല് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല ആക്ച്വലി ഇവിടെ. ഓക്കെ, നമ്മൾ നോർമലി ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോൾ തന്നെ യാ മോനെ മാഷാ അല്ലാ. ഇപ്പോൾ സ്പോർട്സ് പ്ലസ്സിലല്ലേ എടുക്കുന്നത്? സ്പോർട്സിലാണ് എടുക്കുന്നത്. ഇനി അത് കൂടാതെ പ്ലസ് ഉണ്ട്. അപ്പോൾ ട്രാക്ഷനൊക്കെ ഓഫായി എന്താ പറയുക, ഒരു അക്രമം കൂടെ ആവും. നമുക്ക് ആ കാല് കൊടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ കാല് കൊടുക്കുമ്പോൾ വേറെ തന്നെ മൂടാണ്. അത് കൂടാതെ ഈ വണ്ടി റോട്ടിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, വേറെ തന്നെ ലെവലാണ് കേട്ടോ. പിള്ളേരായാലും ഇപ്പോൾ അവിടെ 2 പിള്ളേർ എന്നവരെ നോക്കിയിട്ട് നമ്മൾ വണ്ടിനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയാണ്. കാരണം നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അല്ലേ, അതിനെക്കുറിച്ച് വണ്ടിനെക്കുറിച്ച് ഒന്നും വേണ്ട, വണ്ടി വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. എവിടെ പോയാലും ജസ്റ്റ് ഒരു നോട്ടം വീണാൽ മതി. അപ്പം നമുക്ക് എന്താ പറയുക, മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കീപ്പ് ചെയ്തിട്ട് യെസ്. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കൺവേർഷൻ്റെ കാലമാണ്. ഫുള്ള് കൺവേർഷൻ ചെയ്തിട്ട് നടക്കുന്ന കാലമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, അവരെ ഇഷ്ടം കൊണ്ട് അവർ കൺവേർഷൻ ചെയ്തു. നമ്മുടെ ഇഷ്ടം ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതിൽ പാഡൽ ഷിഫ്റ്റ് കോഡ് ചെയ്തിട്ടുണ്ട്. നോർമലി വണ്ടിക്ക് പാഡൽ ഷിഫ്റ്റ് വരുന്നില്ല. എന്താ പറയുക, ഗിയറിലാണ് നമുക്ക് ആ ഒരു ചേഞ്ചിങ് വരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് പറയുമ്പോൾ അതും ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ നമ്മൾ പാഡൽ ഷിഫ്റ്റ് കോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ അത് കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഈ ഒരു റഷിൻ്റെ ഇടയ്ക്ക് നമുക്കത് കാണിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടേ പിള്ളേർ നോക്കണോക്ക് വണ്ടിയിൽ നിന്ന് സി കണ്ടാ. ഇത് മതി നമുക്ക്. നമ്മൾ എത്ര പൈസ ഇറക്കി കഴിഞ്ഞാലും നമുക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ. ആ പൈസ തിരിച്ച് കിട്ടണം നമുക്ക്. ഈ ഒരു ഫീല് മാത്രം മതി നമുക്ക്. അത്രയും മതി. അത് വേറെ തന്നെ സ്റ്റോക്ക് അല്ലല്ലോ വണ്ടി. കണ്ട പിള്ളേർ നോക്കുന്നൊക്കെ ഇപ്പോഴും അവരെ നോട്ടം വിട്ടിട്ടില്ല കേട്ടാ. അവരൊക്കെ വലുതാകുമ്പോൾ നല്ല അസല് വണ്ടി പ്രാന്തന്മാരാവും. അതന്നെ നമുക്കും വേണ്ടേ അല്ലേ. വേറെ ഒന്നിലേക്കും പോവാതെ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോൾ ഈ ട്രക്സിന്റെ കാലമാണ്, ലഹരിയുടെ പിന്നാലെ പോകുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പം അതൊക്കെ മാറി എന്താ പറയുക, ഒരു വണ്ടി പ്രാന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്കും പൈസ ഇറങ്ങില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഒരു 10 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു 3/4 ഭാഗത്തോളം നമ്മൾ വണ്ടിയുമൊക്കെ ചിലവാക്കാൻ നോക്കും. ആ ഒരു ഭ്രാന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് അത് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ഫീല് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വണ്ടീനെ കൊണ്ടു നടന്നിട്ട്. എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. എനിക്ക് കാലിങ്ങനെ കൊടുക്കണം എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് കൊടുക്കുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ല നമുക്ക്. അതുപോലെ ആ പാഡൽ ഷിഫ്റ്റ് ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനും നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ
ഇരുട്ടായി തുടങ്ങി, വെളിച്ചം പോയി തുടങ്ങി. ഏത് സീനില്ലേ മാഷാ അല്ലാ. അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഓപ്പൺ ആക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു വെളിച്ചം കിട്ടും നമുക്ക്. ഓ ഹെഡ്ലൈറ്റിൻ്റെ പവർ നോക്ക്, പൊളി. ഓ ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു ചെറിയ ഒരു ഇത് ചാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നോർമലി ഞാൻ സ്റ്റോക്ക് ഓടിച്ചിട്ടുള്ള ആളാണ് 5 സീരീസ്. അപ്പോൾ അവിടെ ഒരു പൊക്കുണ്ട്. ആ പൊക്കത്ത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് പിടയ്ക്കാൻ പറ്റില്ല അതിലെ, കാരണം ലിപ്പൊക്കെ കൈ കൂടെ പോരും. അത് കാർബൺ ഫൈബറിൻ്റെ ലിപ്പാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു എഡ്ജ് ഓ എക്സോസ്റ്റ് സീന്. ആ സൗണ്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ ഫീൽ ചെയ്യണം കേട്ടോ. പക്ഷെ നമുക്ക് കാല് കൊടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, കാരണം റഷ് ആയതുകൊണ്ട്. അതിൻ്റെ ഒരു വിഷമം ശരിക്കുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് കാല് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ശരിക്കുണ്ട്. എക്സോസ്റ്റിൻ്റെ ഒരു ഫീലും കൂടി നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പാലം കഴിയുന്നിടത്ത് ആ സെയിം എഡ്ജ് ഉണ്ട് ഇവിടെ കണ്ട. യാ മോനെ സീൻ. ഇപ്പം നമ്മൾ പാരഷിഫ്റ്റിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി. ഓ അത് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അന്ന് കാല് കൊടുക്കുമ്പോഴത്തേനും വണ്ടികൾ കയറി വരിക. അതെ അതെ, ഫ്രണ്ട് ലിഫ്റ്റ് ആവുന്നുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് പോകേണ്ട ആളാണ്. പക്ഷെ തിരക്കായതുകൊണ്ടും ഏമാൻ നിൽക്കണതുകൊണ്ടും നമുക്ക് വണ്ടി കൊണ്ടു നടക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും മോനെ സീന് രക്ഷയില്ല കേട്ടാ. വണ്ടി എത്തിയിരിക്കുന്നല്ല, എത്തി. ആ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ പാഡിൽ ഷിഫ്റ്റിൽ അങ്ങനെയാണ് ശരിക്കും ഡ്രൈവ് ചെയ്യേണ്ടത്. അടിപൊളി അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഡ്രൈവേഴ്സ് മോഡിലാണ് വണ്ടി ഇപ്പോൾ എടുക്കുന്നത്. അതിപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് ഇപ്പം ഈ ഒരു കാലം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കൺട്രോളും കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നോർമലി ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിലിരുന്ന വണ്ടിയാണെങ്കിൽ മാത്രമേ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ പക്ഷെ ഇത് ആക്ച്വലി ഒന്നും വന്നില്ല. നമുക്ക് അങ്ങനെ ഒരു കയ്യിലിരുന്ന വണ്ടി മാത്രമേ നമുക്ക് ഇങ്ങനെ കാല് കൊടുക്കാൻ പറ്റുള്ളൂ, അതിൽ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര കൺട്രോൾഡാണ് വണ്ടി, അത് ഞാൻ ഫീൽ ചെയ്തു. അത് ഫസ്റ്റ് ഞാൻ കാല് കൊടുത്ത് കൺട്രോളാണ് മനസ്സിലായപ്പോൾ രണ്ടാമതും ചവിട്ടിയിട്ട് പോയത് അനങ്ങുന്നില്ല, അതാണ്. സോ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്തു കേട്ടോ. കാരണം വേറെ തന്നെ മൂഡായിരുന്നു. കാരണം ഒരുപാട് സന്തോഷമായി ആ വണ്ടീന് വന്നോട്ടെ അല്ലേ. ഒരുപാട് എന്താ പറയുക ഹാപ്പിയായി. കാരണം അത്രയും വേറെ തന്നെ ഒരു മൂഡ് ഡ്രൈവിംഗ് ആണ് കേട്ടോ ആക്ച്വലി. സോ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്തു. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ തന്നെ ബിൽഡ്. ഓക്കെ, ഒന്നും പറയാനില്ല, കാരണം അത്രയും മൂഡ് സാധനം. ഓക്കെ, അപ്പോൾ നിയാസ് ബ്രോ താങ്ക് യു. ഓക്കെ, ഒരു രക്ഷയില്ല. നമ്മൾ അടുത്തൊരു മുതലായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിയാസ് ബ്രോ സ്വിഫ്റ്റ് നിയാസ് ബ്രോൻ്റെ ആണ്. അതുപോലെ തന്നെ ഒരു E350 ഉണ്ട് അല്ലേ, E350 ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് വേറൊരു ദിവസം വേറൊരു ഇതിൽ നമുക്ക് ഇടാം, ചെയ്യാം. എൻഡോവർ ഉണ്ട്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.